സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കുന്നത് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ഇക്കാര്യം വ്യക്തമാക്കി സർക്കാർ ഇന്ന് തന്നെ ഉത്തരവിറക്കണം. പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കോടതിക്ക് അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ. തിരുവനന്തപുരം സ്വദേശിയായ ഒരു അഭിഭാഷകൻ പണിമുടക്കിനെതിരായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കുന്നതിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കോടതി പറയുന്നു. ഈ കാര്യം വ്യക്തമാക്കി സർക്കാർ ഉത്തരവ് ഇന്ന് തന്നെ ഇറക്കണമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കടുത്ത അതൃപ്തിയും കോടതി രേഖപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ ഈ പണിമുടക്ക് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചത്. സർവീസ് ചട്ടങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാനാവില്ല എന്ന് സർവീസ് ചട്ടങ്ങളിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നും കോടതി പറഞ്ഞു. നേരത്തെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് തന്നെ BPCL അടക്കമുള്ള ഇടങ്ങളിലെ തൊഴിലാളികൾ പണിമുടക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ജീവനക്കാർ പണിമുടക്കിയാൽ അത് അവശ്യ സാധനങ്ങളുടെ നീക്കത്തെ അടക്കം ബാധിക്കും, എണ്ണ എത്തിക്കുന്നതിനടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഉത്തരവിറക്കണമെന്നാണ് കോടതി സർക്കാരിന് നിർദ്ദേശം നൽകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും രാജ്യവ്യാപകമായി 48 മണിക്കൂർ പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കേരളമടക്കമുള്ള ചിലയിടങ്ങളിൽ മാത്രമാണ് ഒരു ഹർത്താലിന്റെ പ്രതീതി ഈ പണിമുടക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അനീഷ്, ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവിറക്കണം സർക്കാർ എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഈ ഉത്തരവ് ഇന്ന് തന്നെ ഇറക്കിയല്ലേ മതിയാകൂ? തീർച്ചയായും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇന്ന് തന്നെ നടപടി എടുക്കണം, അല്ലെങ്കിൽ സർക്കാർ ഈ പണിമുടക്ക് വിലക്കിയുള്ള ഉത്തരവ് ഇറക്കണം എന്നത്. അതുകൊണ്ട് മറ്റു വഴികൾ സർക്കാരിന്റെ മുന്നിൽ ഇല്ല. വിശദീകരണം നൽകുന്നതിനോ അല്ലെങ്കിൽ അപ്പീൽ നൽകുന്നതിനോ പോലുമുള്ള ഒരു സമയപരിധി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സർക്കാർ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കണം. ഒപ്പം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഹൈക്കോടതി ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആണ് സർക്കാർ ഈ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതരാകുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഉത്തരവ് AGയുടെ ഓഫീസിൽ നിന്ന് മറ്റുമൊക്കെ അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടി വരും. ഒപ്പം ഈ സർക്കാർ നടപടിയെടുക്കാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇത്തരം ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള നടപടിക്രമം കൂടി ഒരു പക്ഷേ സർക്കാർ ആരംഭിക്കുമോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞു കാണേണ്ടതുണ്ട്. അനീഷ, ഇത്തരത്തിൽ ഒരു ഉത്തരവിറങ്ങുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാർ പണിമുടക്കാണെങ്കിലും അവർ ജോലിക്ക് പോകണം എന്ന തരത്തിലുള്ള ഒരു സർക്കാർ ഉത്തരവിറങ്ങുകയാണെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ഏത് പണിമുടക്ക് വന്നാലും സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി എത്തണം, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും. ആ രീതിയിലല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും സർക്കാർ ജീവനക്കാർ ഈ പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിയന്ത്രണം അല്ലെങ്കിൽ അതിനൊരു നിരോധനം വരുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. കാരണം ഈ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, സർവീസ് ചട്ടങ്ങളിൽ ഇത്തരത്തിൽ പണിമുടക്കാനാവില്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഈ മറ്റു പണിമുടക്കുകളിൽ സഹകരിക്കുമ്പോഴും ഈ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കർഷക തൊഴിലാളി കോഡ് അടക്കമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമാന വിഷയം പോലെയുള്ള പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ നടക്കുന്ന പണിമുടക്കുകളിൽ ഏത് തരത്തിൽ വരെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ കഴിയും എന്നതാണ് വലിയ ചർച്ചയായി മാറുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതത് വിഭാഗങ്ങളിൽ പണിയെടുക്കുന്നവർ അവരുടെ പൊതുപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ മുൻകൂർ നോട്ടീസ് നൽകി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സമരം നടത്തുന്നടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് ബാധകമോ എന്നും അടക്കം അറിയേണ്ടതുണ്ട്. എന്നാലും നിലവിൽ ഈ പണിമുടക്കിൽ ഈ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശങ്ങൾ ഉടൻ പുറപ്പെടുവിക്കണം എന്നും കോടതി പറയുന്നു. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നും ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്കെത്തണമെന്നത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് സർക്കാർ പുറപ്പെടുവിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.